സുരേഷ് ഗോപിയാണ്, കേന്ദ്രമന്ത്രിയാണ്, തൃശ്ശൂർ MP ആണ്. അദ്ദേഹം സംസാരിക്കുന്നത് ആശാ വർക്കർമാരോടാണ്. പച്ചക്കള്ളമാണ് പറയുന്നത്. എന്തു ചെയ്യാൻ കഴിയും? ഒരു കേന്ദ്രമന്ത്രി, ഒരു MP ഇങ്ങനെ പച്ചക്കള്ളം പറഞ്ഞാൽ രേഖകൾ വെച്ച്, വസ്തുതകൾ വെച്ച് ഖണ്ഡിക്കുക മാത്രമേ രക്ഷയുള്ളൂ. ഇത് എത്രയോ തവണ പറഞ്ഞതാണ്, കേരളത്തിൽ ചർച്ചയ്ക്ക് വന്നതാണ്, കേരളം ചർച്ച ചെയ്തതാണ്. സിക്കിം സർക്കാർ കേരള സർക്കാർ നൽകുന്നതിനേക്കാൾ ഓണറേറിയം നൽകുന്നു എന്നായിരുന്നു ആദ്യത്തെ വാദം. മന്ത്രി വീണ ജോർജ് ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമുണ്ട്. കേരളമാണ് ഇന്ത്യയിൽ ആശാ വർക്കർമാർക്ക് ഏറ്റവും ഉയർന്ന തുക ഓണറേറിയമായി നൽകുന്നത് എന്ന്. അതിനെ പൊളിക്കാനാണ് സിക്കിം സർക്കാരാണ് നൽകുന്നത് എന്ന് പറയുന്നത്. എത്രയാണ് സിക്കിം സർക്കാരിന് കേന്ദ്രം നൽകുന്നത്? NHM പദ്ധതിക്ക് വേണ്ടി, ആശാ വർക്കർമാരുടെ ഈ സ്കീമിന് വേണ്ടി നൽകുന്നത്? കേന്ദ്രം നൽകുന്നത് മൊത്തം തുകയുടെ 90%. കേരളത്തിന് അത് 60%. എത്രയാണ്? സിക്കിമിലുള്ള ആശാ വർക്കർമാർ കേവലം 700ഓളം പേർ മാത്രമാണ് ആശാ വർക്കർമാരായി സിക്കിമിലുള്ളത്. എന്നാൽ കേരളത്തിലോ 27,000ഓളം ആശാ വർക്കർമാർ ജോലി ചെയ്യുന്നുണ്ട്. ഇതാണ് കേരളവും സിക്കിമും തമ്മിലുള്ള വ്യത്യാസം. ആ സിക്കിമിനെയാണ് കേരളത്തോട് താരതമ്യം ചെയ്യുന്നത്. എന്നിട്ടും പച്ചക്കള്ളം വിളിച്ചു പറയുന്നു എന്ന്. എന്താണ് സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത്? സുരേഷ് ഗോപി പറഞ്ഞത് സിക്കിമിൽ അല്ലെങ്കിൽ സിക്കിം സർക്കാർ ആശാ വർക്കർമാരെ തൊഴിലാളികളായി അംഗീകരിച്ചിട്ടുണ്ട് എന്ന്. ഒരിക്കലും ഒരു സംസ്ഥാനത്തിന് അത് കഴിയില്ല. കാരണം കേന്ദ്ര സ്കീമാണ്, കേന്ദ്ര സർക്കാരാണ് ഇവരെ തൊഴിലാളികളെ പ്രഖ്യാപിക്കേണ്ടത്. അതൊരു വസ്തുതയാണ്. എന്നിട്ട് പോലും ഇങ്ങനെ പച്ചക്കള്ളം വിളിച്ചു പറയുകയാണ് ചെയ്യുന്നത്. കേന്ദ്ര സർക്കാർ രാജ്യസഭയിൽ നൽകിയ മറുപടിയുണ്ട്. മുസ്ലിം ലീഗ് അംഗത്തിന് നൽകിയ മറുപടിയാണ് ഹാരിസ് ബീരാന് നൽകിയ മറുപടി. മുസ്ലിം ലീഗ് അംഗം ചോദിച്ച ചോദ്യത്തിന് നൽകുന്ന മറുപടി UDF നേതാക്കൾക്ക് എങ്കിലും വായിക്കാൻ കൊടുക്കേണ്ടതുണ്ട്. അവരെങ്കിലും അതൊന്ന് വായിച്ച് പഠിക്കണം എന്നാണ് പറയുന്നത്. ഹാരിസ് ബീരാന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ സഹമന്ത്രി കൊടുത്ത മറുപടി, പ്രതാപ് റാവു ജാദവ് കൊടുത്ത മറുപടിയുണ്ട്. ആ മറുപടിയിൽ ഓരോ സംസ്ഥാനത്തിനും ആ സംസ്ഥാനം നൽകുന്ന ഹോണറേറിയം എത്രയാണ് എന്ന് കൃത്യം പറയുന്നുണ്ട്. അതിൽ സിക്കിം സർക്കാർ എത്ര തുകയാണ് നൽകുന്നത് എന്നതിനെ കുറിച്ച് പറയുന്നു. മന്ത്ലി ഫിക്സഡ് ഓണറേറിയം ഓഫ് Rs 6,000 disbursed from state fund. Recently, government of Sikkim announced hike in fixed honorarium from Rs 6,000 to Rs 10,000 എന്ന്. 6,000 നിന്ന് 10,000 രൂപയായി വർദ്ധിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതുവരെയും തീരുമാനമായിട്ടില്ല. ഇപ്പോൾ നൽകുന്നത് 6,000 രൂപയാണ് എന്ന്. ഈ മറുപടിയിൽ എവിടെയുമില്ല സിക്കിം സർക്കാർ ആശാ വർക്കർമാരെ തൊഴിലാളികളായി പ്രഖ്യാപിച്ചു എന്ന്. എന്നിട്ട് സുരേഷ് ഗോപി പറയുകയാണ് കേരളത്തിൽ വീണ ജോർജും ശിവൻകുട്ടിയും വിചാരിച്ചാൽ നടക്കുന്ന കാര്യമേ ഉള്ളൂ എന്ന്, മറ്റ് സംസ്ഥാനങ്ങളിലും നടക്കുന്ന കാര്യമേ ഉള്ളൂ എന്ന്. അങ്ങനെയാണെങ്കിൽ മറ്റ് BJP സർക്കാരുകൾ എന്താണ് ഇവരെ ആശാ വർക്കർമാരെ തൊഴിലാളികളെ പ്രഖ്യാപിക്കാത്തത്? BJP ആണല്ലോ ഇന്ത്യയിൽ കൂടുതൽ സംസ്ഥാനങ്ങളിൽ ഭരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ആ സംസ്ഥാനങ്ങളിലെ ആശാ വർക്കർമാരെ തൊഴിലാളികളായി പ്രഖ്യാപിക്കാൻ കഴിയുമല്ലോ BJPക്ക്. എന്തുകൊണ്ടാണ് പ്രഖ്യാപിക്കാത്തത്? അങ്ങനെ പ്രഖ്യാപിക്കാൻ സംസ്ഥാനങ്ങൾക്ക് കഴിയില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. സിക്കിം സർക്കാരും അത് ചെയ്തിട്ടില്ല എന്നത് ഒരു വസ്തുതയാണ്. അങ്ങനെ തികച്ചും വസ്തുതാവിരുദ്ധമായ തട്ടിപ്പ് പറയുക, പച്ചക്കള്ളം പറയുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു കേന്ദ്രമന്ത്രി, ഒരു MP ഇങ്ങനെ പറയാൻ പാടുണ്ടോ? എന്ന് വെച്ചാൽ സംഘപരിവാർ പ്രവർത്തകനായി കഴിഞ്ഞാൽ, RSSും BJPയും ആയി കഴിഞ്ഞാൽ തലയിൽ ചാണകം നിറയും. പിന്നീട് അവർ പറയുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശരിയെന്ന് അവർ സ്വയം അങ്ങ് വിചാരിക്കും. അങ്ങനെയാണ് സുരേഷ് ഗോപിയും ഇപ്പോൾ വിചാരിക്കുന്നത്. അദ്ദേഹം ഒരു രാഷ്ട്രീയ നാടകമാണ് ആടിക്കൊണ്ടിരിക്കുന്നത്. ആ രാഷ്ട്രീയ നാടകത്തിലെ ഒരു കഥാപാത്രം, രാഷ്ട്രീയ അഭിനയം, അതാണ് സുരേഷ് ഗോപി ചെയ്തുകൊണ്ടിരിക്കുന്നത്, പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട്. ഏറ്റവും വേദനാജനകമായ കാര്യം, ഇങ്ങനെ പച്ചക്കള്ളം പറയുമ്പോൾ അത് കേട്ടിരിക്കുന്ന നമ്മുടെ മാധ്യമപ്രവർത്തകരുണ്ട്, ഒരക്ഷരം പോലും ചോദിക്കാതെ. അവർക്കാണ് ഒരു നല്ല നമസ്കാരം കൊടുക്കേണ്ടത്. കഴിഞ്ഞ ദിവസമാണ് സുരേഷ് ഗോപി പറഞ്ഞത് 70 മില്യൺ ജനങ്ങളാണ്, സ്ത്രീകളാണ് പൊങ്കാലയിടുന്നത് എന്ന് വെച്ചാൽ 7 കോടി ജനങ്ങൾ. അത് പറയുന്നത് മാധ്യമപ്രവർത്തകരോടാണ്. അപ്പോൾ മാധ്യമപ്രവർത്തകർ തിരിച്ച് ഒരു ചോദ്യം പോലും ചോദിക്കുന്നില്ല. അത് അതുപോലെ കേട്ടിരിക്കുകയാണ്, അത് അതുപോലെ വാർത്ത നൽകുകയാണ്. 70 മില്യൺ എന്ന് വെച്ചാൽ 7 കോടിയാണ് എന്നും കേരളത്തിലെ ആകെ ജനസംഖ്യ 3.5 കോടി മാത്രമാണ് എന്നും എല്ലാവർക്കും അറിയുന്ന ഈ കാര്യം അതുപോലും ചോദിക്കാൻ കഴിയാതെ വായ അടച്ചിരിക്കുന്ന മാധ്യമപ്രവർത്തകർ,
അവർ സുരേഷ് ഗോപിയുടെ പിറകെ മൈക്കുമായി ഓടുക എന്നതിനപ്പുറത്തേക്ക് സുരേഷ് ഗോപി എന്തു പറഞ്ഞാലും അത് കേട്ടെഴുതി വാർത്ത കൊടുക്കുക എന്നതിനപ്പുറത്തേക്ക് ഒരു മാധ്യമ പ്രവർത്തകനായി മാറുന്നില്ല. ചോദ്യം ചോദിക്കാൻ കഴിയാത്തവരായി അറിയാത്തവരായി മാറിയിരിക്കുകയാണോ നമ്മുടെ മാധ്യമ പ്രവർത്തകർ എന്ന ചോദ്യവും അവരോട് തന്നെ ചോദിക്കേണ്ടതുണ്ട്. മാധ്യമ പ്രവർത്തകരുടെ ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രത്തിന് കളങ്കം ചാർത്തുകയാണോ നമ്മുടെ യുവ മാധ്യമ പ്രവർത്തകർ എന്ന സംശയവുമാണ് ഇവിടെ ഉയർന്നു വരുന്നത്. ഏതായാലും മണ്ടത്തരം വിളിച്ചു പറയുമ്പോൾ ഇനിയെങ്കിലും തിരിച്ച് മണ്ടത്തരമാണ് താങ്കൾ പറയുന്നത് എന്ന് പറയാനുള്ള ചങ്കൂറ്റമെങ്കിലും ഭാവിയിൽ നമ്മുടെ മാധ്യമ പ്രവർത്തകർ കാട്ടട്ടെ എന്ന് അവരെ ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ സുരേഷ് ഗോപിയുടെ ഈ രാഷ്ട്രീയ അഭിനയം തുറന്നു കാട്ടാനെങ്കിലും മാധ്യമ പ്രവർത്തകർ തയ്യാറാകണം. കാരണം ഇത് കേരളമാണ്. സുരേഷ് ഗോപി നാണം കെട്ടുകൊണ്ടിരിക്കുന്നു, അപകാശനായിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം നിങ്ങളും മാധ്യമ പ്രവർത്തകരും ഇങ്ങനെ അപകാശരാകരുത് എന്നൊരു അഭ്യർത്ഥനയുണ്ട്. അതോടൊപ്പം തന്നെ BJPയുടെയും സംഘപരിവാറിന്റെയും ഈ ഇരട്ടത്താപ്പ് കേരളത്തിലെ ജനങ്ങൾ ഇതിനകം തന്നെ മനസ്സിലാക്കി കഴിഞ്ഞു. സമരത്തിന്റെ രാഷ്ട്രീയവും കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് സമരം ഇപ്പോൾ എവിടെയും എത്താതിരിക്കുന്നത്. മാധ്യമങ്ങളുടെ പിന്തുണ മാത്രമാണ് സമരത്തിനുള്ളത്. അതുകൊണ്ട് മാത്രമാണ് സമരം മുന്നോട്ട് പോകുന്നത്. എങ്ങനെയെങ്കിലും സമരം അവസാനിപ്പിച്ചാൽ മതി എന്ന അവസ്ഥയിലേക്ക് സമരക്കാർ എത്തിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. അതിനുവേണ്ടിയുള്ള ചരടുവലികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. സമരം അവസാനിപ്പിക്കാൻ മുഖ്യമന്ത്രി ഇടപെട്ട് എങ്കിലും ഈ സമരം ഒന്ന് അവസാനിപ്പിച്ച് തരണം എന്ന അഭ്യർത്ഥന പ്രതിപക്ഷ നേതാവ് തന്നെ മുഖ്യമന്ത്രിക്ക് മുന്നിൽ വെച്ചു എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്.